കാക്ക ഇത് എന്ത് ചെടിയാണ് കാക്ക? ഇത് ഗാംഗ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. ഗംഗാ ഫ്രൂട്ട് എന്നാണ് പേര് പറയുന്നത്. നമ്മളെ ഇവിടെ പറയുന്നത് സ്വർഗ്ഗക്കനി എന്നാണ്. സ്വർഗ്ഗക്കനി എന്നാണ്. ഏകദേശം ഒരു കിലോയ്ക്ക് 1000-1500 രൂപ വില ഉണ്ടെന്നാണ് ഇതിന്റെ കായ്ക്ക് പഴുത്ത് കഴിഞ്ഞാൽ വിലയുള്ള. ഇതിപ്പോ നമ്മളൊരു സ്ഥലത്ത് പെയിന്റിങ്ങിന് പോയപ്പോഴും പണിക്ക് പോയപ്പോൾ ഇത് കണ്ടിട്ട് അങ്ങനെ എനിക്കും കൃഷി ചെയ്യാൻ വേണ്ടി ഒരു തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ്. അതിൻ്റെ വിത്ത് മേടിച്ചതാണ്. 10 വിത്ത് മേടിച്ച് അതിൽ 5 എണ്ണം കിട്ടി. 5 എണ്ണം കിട്ടി. 10 എണ്ണം നട്ടയിൽ 5 എണ്ണം കിട്ടി. ബാക്കി എല്ലാം പോയി. ഇപ്പോൾ ഇതിപ്പം കാച്ചു തുടങ്ങി. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് പന്തലൊക്കെ ഇട്ട് ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടി അധികം ചെയ്യാൻ വേണ്ടി ഉള്ള ഇതാണ്. ഇതിന്റെ കാപിടിക്കുന്ന രീതി, അതായത് പരാഗണത്തെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അത് പിന്നെ ഇതിപ്പോ പൂക്കാൻ നേരത്ത് ഇത് ആൺപൂവാണ്. ഈ സൈഡിൽ നിൽക്കണം. ഈ സൈഡിൽ നിൽക്കുന്നതല്ല ആൺപൂ. അതെങ്ങനെ തിരിച്ചറിയും? ഇതിന് കായില്ല. മറ്റേത് പൂവോടുകൂടിയാണ് കാ വരുന്നത്. പൂവോടുകൂടി കാ. ഇത് ഞാൻ അവിടെ പോയി പഠിച്ചതാണ്. ഇതിന്റെ പരിപാടികളല്ല ആ വീട്ടില്. അപ്പോൾ ഇത് കൃഷി ചെയ്തിരുന്ന സ്ഥലത്ത് കൃഷി ചെയ്ത സ്ഥലത്ത് പോയി കണ്ട് അപ്പോൾ എനിക്ക് ഇത് തോന്നി ഇത് കൃഷി ചെയ്താൽ കൊള്ളാം. അങ്ങനെ ചെയ്തത് കണ്ട് ആ ഒരു ആഗ്രഹം തോന്നി. അതെ. ഇതിപ്പോ ഇവിടെയും കാച്ച് അതിന്റെ കായാണ് നമ്മൾ കാണുന്നത്. അതെ. ഇപ്പം പൂവുകൾ ഇഷ്ടം പോലെ വന്നു. പൂ പിടിക്കുന്ന അതാണ്. അത് പൂവോടുള്ള കായാണ് നിൽക്കുന്നത്. പൂവോടുകൂടിയുള്ള കായാണ്. അതെ. ഇനി ഇത് ഇത് നമ്മൾ പരാഗണം ഒഴിഞ്ഞു പോയതിനു ശേഷം കായായിട്ട് അല്ലല്ല, ഇത് നമ്മൾ പരാഗണം ചെയ്ത് എടുത്താലേ അത് കായ്ക്കും. ഇത് നമ്മള് ആൺപൂവിന്റെ എടുത്താലേ കായ്ക്കത്തുള്ളൂ. ഇത് മറ്റെന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗപ്പെടുന്നത്? ഈ ചെടി ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ കൊള്ളാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് അവര് പറഞ്ഞുള്ള അറിവേ എനിക്ക് ഉള്ളൂ. അപ്പൊ ഇങ്ങനെ അതിന്റെ ഇല തോരൻ വെക്കും, അതിന്റെ കായൊക്കെ എടുക്കും എന്നാണ് പറയുന്നത്. തോരൻ വെക്കാനും പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ ഇതിപ്പം വിളഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ അത് പഴുക്കുമ്പോൾ ഒരു ചുവപ്പ് കളറാവും. ഇപ്പൊ നിലവിൽ മഞ്ഞ നിറത്തിൽ ശരിക്കും തോന്നിയ കായുണ്ട്. പച്ച നിറത്തിലും. അതെ, അത് മഞ്ഞയാവും. പിന്നെ അത് ചുമക്കും. അതെ, ഇവിടെയൊക്കെ ഉണ്ട്. ഇതിപ്പോ ഒരു കൃഷി രീതിയായിട്ട് തന്നെ നമുക്കൊരു ആദായം എത്തിക്കുന്ന രീതിയിലോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അത് അത് വ്യവസായമായിട്ട് എടുക്കാൻ പറ്റും. ഞാനും അതിന്റെ ഇതായിട്ടാണ് ചെയ്യാൻ പോണത്. മൊത്തം കൃഷിയായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് തോന്നിയായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഒരു ജസ്റ്റ് ഇന്ന് സാമ്പിളായിട്ട് നോക്കിയതാണ്. ഇതങ്ങനെ അധികം സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല. അതെ. അത് ഇവിടെ ഉള്ളത് കല്ലറ മാത്രമേ ഉള്ളൂ. ഒരു കല്ലറ നമ്മൾ പോയൊരു കാക്കാര വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഇത് സീഡ് മേടിച്ചത്. അവര് വ്യാപകമായിട്ട് വലിയ കൃഷിയായിട്ടാണ് ചെയ്യുന്നത്. വിൽപ്പനയ്ക്കായിട്ടാണ് ചെയ്യണത്. അത് മിതിർമലയുള്ള കാക്ക ആ ഭാഗത്ത്. ഇതിങ്ങനെ വലിയ പ്രചാരത്തിൽ ആയിട്ടില്ല. ഇപ്പം ചെറിയ രീതിയിൽ ഇങ്ങനെ കടകളിലൊന്നും അധികം ഞാൻ ഇത് കണ്ടിട്ടില്ല. അതെ. കടകളിലൊന്നും വിൽപ്പനയ്ക്ക് ആയിട്ടില്ല. ഇവിടെ അത്ര ഇതായില്ല. ഈ കല്ലറ ലൊക്കാലിറ്റിയിൽ കല്ലറ കാട്ടുംപുറം ലൊക്കാലിറ്റിയിൽ അങ്ങനെ ആയിട്ടില്ല. ഇവിടെയാണ് നമ്മൾ വെച്ച്. അതെ. പിന്നെ കല്ലറ ഈ പറഞ്ഞ റഹീം എന്ന് പറഞ്ഞ കാക്കാര അവിടെ മാത്രമേ ഇത് ഉള്ളൂ. പുള്ളി ഭയങ്കര ഫുള്ളായിട്ട് ചെയ്തേക്കും. വലിയ കൃഷിയായിട്ട് ചെയ്തേക്കും. അല്ല, അത് രണ്ടാമത്തെ നിലയിലെ മണ്ട ഫുള്ള് ടെറസിന്റെ മുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് വള്ളി ഇങ്ങനെ കയറ്റി നമുക്ക് മേളിൽ കൊണ്ടുപോകാൻ പറ്റും. മേളിൽ കൊണ്ടുപോയി ഫുള്ളായിട്ട് പറത്തി അവര് ചെയ്ത് ഫുൾ കൃഷിയായിട്ടാണ് അവർ ചെയ്തത്. പിന്നെ അവരോട്ട് പല വെറൈറ്റികളുണ്ട്. ഞാനും അതിന്റെ പരിപാടിയിലാണ്. വേറെ ഇതിന് അധികം വെറൈറ്റികളുണ്ട്. അല്ലല്ല, അങ്ങനെയല്ല. പിന്നെ വേറെ കൃഷികളുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് ഇത് ഞാൻ ചെയ്തത്. ഇതിപ്പം ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മള് റെഡിയാക്കി ഇട്ടേക്കാണ്. കമ്പിളൊക്കെ ഇട്ടേക്കാണ്. അപ്പൊ ഫുള്ളായിട്ട് ചെയ്യണം. പടർത്തിയെടുക്കുന്ന രീതി. അതെ, പടർത്തിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. അതെ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇത് നല്ല ക്യാൻസറിനൊക്കെ ഇതൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു. ക്യാൻസറിന് അത് ഇതിന്റെ പഴമാണോ? അതെ, ഇത് പഴം എടുത്തടിക്കുന്നു, ജ്യൂസ് അടിച്ച് എല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഇല തോരൻ വെച്ച് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അതും അവര് പറഞ്ഞതാണ്. എല്ലാ യൂട്യൂബിലൊക്കെ ഞാനും കയറി നോക്കിയപ്പോഴും അത് ഉള്ളതാണ്. ഇത് കൃഷി വ്യാപകമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവര് പറയണത് ഇത് എന്റെ ഇലയും ഇതിന്റെ തോരൻ വെക്കാൻ പറ്റുമെന്നൊക്കെ എന്നാണ് പറയുന്നത്. ഞാൻ ഇത് ചെയ്തില്ല. ഇപ്പം വെച്ചിട്ട് ഇപ്പൊ ഒരു ഏകദേശം ഒരു 8 മാസം ആയതേ ഉള്ളൂ. 8 മാസം ആയതേ ഉള്ളൂ. അപ്പൊ നല്ല ഇത് ഫലമുണ്ട്. നമുക്ക് കാപിടിച്ച് നല്ല രീതിയിൽ കിട്ടി.